ഇതുപോലൊരു സിനിമ നമ്മുടെ പോലത്തൊരു ഇൻഡസ്ട്രിയിൽ 1.5 വർഷം നമ്മളെല്ലാവരും ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഒരുപോലെ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടായിട്ടൊരു സിനിമ ഇനി ഓഡിയൻസിന് ഒരു വലിയ തിരശ്ശീലയിൽ കാണാൻ കിട്ടുന്ന 28 ദിവസം ആണ് ഉള്ളതെന്നുള്ളതാണ് എനിക്ക് പ്രൈമറി ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് എങ്ങനെ കാണണം, എങ്ങനെ കാണാതിരിക്കണം എന്നൊന്നും ഒരിക്കലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറയാം. പക്ഷേ അത് ഉറപ്പായിട്ടും വലിയ സ്ക്രീനിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. അത് അങ്ങനെ തന്നെ ഓഡിയൻസ് എല്ലാവരും കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ഓഡിയൻസ് ആ രീതിക്ക് കണ്ടില്ല എന്ന് തോന്നുന്നുള്ളൂ, സംവിധാനം ഓഡിയൻസ് അങ്ങനെ കണ്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ഇത് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, സിനിമയുടെ വേഗത, കഥ പറയുന്ന രീതി, നരേറ്റീവിന് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, അപ്പം ഇതെല്ലാം നമ്മൾ കണ്ട് ശീലിച്ച് കണ്ടു പരിചയിച്ച സിനിമയിലെ പോലെ തന്നെ ആവണം എന്ന് നമ്മൾ എന്തുകൊണ്ട് ചാട്ടിപ്പിടിക്കണം. ഞാൻ പറയുന്നത് നമ്മുടെ വാല്യുബൽ എന്ന് പറയുന്നത് ഫെറാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല, ഇതൊരു മുത്തശ്ശി കഥയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട്, പക്ഷെ അതിൻ്റെ വേഗത 100% അപ്പം അത് നമ്മൾ ഇനീഷ്യൽ നമ്മൾ ഇൻ്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് എന്താ പറയുക, അതിൻ്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തൻ്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച മാത്രമാണ്. അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചിയാവരുത്, നമ്മുടെ രുചി മാത്രമാണ്. കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണത്. മറ്റൊരുത്തിൻ്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻ്റായി മാറരുത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ പ്രതികരിക്കുന്നു, മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ഒരിക്കലും അതാവരുത്, നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ലിജിച്ചേട്ടൻ്റെ മനസ്സിൽ നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് തന്നെയാണോ? അതിലൊരു ചെറിയ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നുള്ളത്. സിനിമ ഇറങ്ങിയതിനു ശേഷം വലിയ തരത്തിലുള്ള റിവ്യൂകൾ ഉണ്ടായിട്ട് അപ്പോൾ ഇതൊക്കെ ആസൂത്രിതമാണെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് എന്നുകൊണ്ട് ആ സ്റ്റാർസ് ഷർട്ടി തുന്നി നടക്കുകയോ ഓരോ സ്റ്റാർസ് എന്നുകൊണ്ട് അതൊക്കെ കുട്ടി വെച്ച് എണ്ണ എടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓരോരുത്തരും അവരവർ നമ്മുടെ മലയാളത്തിൻ്റെ മോഹൻലാൽ മലയാളത്തിൻ്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇത് ഈ രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും. നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമൻസും ഇതെല്ലാം. അതായത് സോഷ്യൽ മീഡിയ ഒരു വാർ ഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. മൂവിലുള്ള ഒരാൾ പറയുകയാണ് ലാലേട്ടൻ്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങും എന്ന് പറയുന്നത്. അത് ഒരാളുടെ ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിട്ട് പറയാൻ കാണാൻ നമുക്ക് പറ്റില്ല. കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമാണ്. അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്.
ഒരിക്കലും ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ്. ഇപ്പൊ ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറെന്നും എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അതെന്നെ പറഞ്ഞെന്ന് ചോദിക്കും. പക്ഷെ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. അത് ഗുണം ചെയ്ത് ഇതൊക്കെ ഒരു നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് നോ പ്ലാൻസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷർട്ട് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത്. അതിന്റെ ലെവലിൽ എടുത്താൽ മതി. തുടക്കം തൊട്ട് ഇപ്പൊ തന്നെ തുടക്കത്തിൽ കൊണ്ട് അതങ്ങനെയല്ല, സ്ലോയിൽ പോകേണ്ട ഒരു സിനിമയാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ യാത്ര എന്ന് പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് ഒരു മാസ് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അവർ വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇത് ഒരാളെയും ഇവിടെ ഇരുന്ന് കുറ്റം പറയാൻ വേണ്ടി ഉള്ളൊരു പ്രശ്നമില്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല. ആദ്യം 20-30 മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ഓഡിയൻസിന് പരിചയപ്പെടുത്താനായിട്ടാണ്. കാരണം അത് പരിചയമായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ തുടർന്ന്. അപ്പൊ അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട്. അപ്പൊ അതല്ലാതെ നമ്മള് എന്താണ് പടം തുടങ്ങുന്നത് മുതൽ എൻഡ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല, ഒരിക്കലും അല്ല. അത് ലാലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആയിട്ടാണ് ഞാൻ കേട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഫാൻ ഫൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്തിനാണ് ഒരു ഫാൻ ഫൈറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, അത് മറ്റൊരുത്തിന്റെ വാക്ക് എന്തിന് നമ്മൾ അടിസ്ഥാനമാക്കണം നമ്മളുടെ സിനിമാ സ്വാതന്ത്ര്യത്തിന്. കൊറോണയ്ക്ക് ശേഷം മലയാളി ഓഡിയൻസിന്റെ ആസ്വാദന മികവ് വളരെയധികം വർദ്ധിച്ചു എന്ന് പലരും പറയുന്നുണ്ട് ഈ ലോക സിനിമകൾ കാണാൻ തുടങ്ങിയതിനു ശേഷം. പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകൾ ഇപ്പോഴും മനസ്സിലാക്കാൻ മലയാളി സാധാരണ ഓഡിയൻസിന് അറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് ഇതൊരു പ്രത്യേക തരം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമയല്ല. എൻ്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി, മറ്റേ ആൾ കാണണ്ട എന്നൊന്നുമില്ല അതിനകത്ത്. ഇപ്പൊ അങ്ങനെ എലിവേറ്റഡ് ആണ് എൻ്റെ കാഴ്ച എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും അത്. ചില സമയം നമ്മള് അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ലൈറ്റർ ആക്കാറുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നിസ്സാരമായ ആൾക്കാർക്ക് ഏറ്റവും നിസ്സാരം ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലൈൻ മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം വിദ്വേഷം ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാവുന്നത്? അല്ല, എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാൾ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരെന്നല്ലേ എന്നർത്ഥം. എന്തിനാണത്? എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ സിനിമ കാണുന്നത്. അപ്പൊ നമ്മൾ ഇറ്റ്സ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനാവാൻ ആരും ശ്രമിക്കണ്ട. നമ്മളും പറയുന്നില്ല അത്. നമ്മൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്ന് തന്നെയാണ് അതിനെ പറ്റി പറയുന്നത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, കൂടുതൽ ഞാനും ഞാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള റിവ്യൂവിനെ വിലയിരുത്തിയിട്ടായിരിക്കും രണ്ടാം ഭാഗം മേക്കിംഗ് വരിക, അല്ലെങ്കിൽ സാർ ഓൾറെഡി മനസ്സിൽ കൺസീവ് ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും വരിക? അല്ല, ആദ്യം തന്നെ ഇത് കണ്ടല്ലോ ജീവിക്കണം, എന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അത് ഉറപ്പായിട്ടും നമ്മൾ അതിനെ പറ്റിയുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയതാണ്. അത് ഒരു ഓൺഗോയിങ് പ്ലാൻ ആണ്. പക്ഷെ ഇത് ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, ഇങ്ങനത്തെ ഒരു എന്ത് സാഹചര്യം കൺസിഡർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് കിടക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നടന്നു വരുന്ന ഷീനോട് ഒരു തോക്ക് എടുത്ത് വെടിവെച്ച് നടന്നാലേ സിനിമ വിജയിക്കുന്നുള്ളൂ കോൺസെപ്റ്റ് ഇപ്പോൾ വന്നു തുടങ്ങി. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ ഇപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ വേഗത, നമ്മുടെ ചിന്തയുടെ വേഗതയുടെ ഒരു ഇഷ്യൂ ആയിരിക്കണം. നമ്മൾ ഈ ഒരു 30 സെക്കൻഡ്സോ 1 മിനിറ്റോ കൂടുതൽ നമ്മുടെ ഫോക്കസ് നിൽക്കുന്നില്ല. നമ്മൾ റീൽസ് അടുത്തേക്ക് പോകണം. നമുക്ക് ആ അറ്റൻഷൻ സ്പാൻ ആവശ്യപ്പെടുന്ന സിനിമയല്ല വാലിബൻ. വാലിബൻ കുറച്ചുകൂടി നമുക്ക് അതിന്റെ ലോകം മനസ്സിലാക്കി അതിലേക്ക് കടന്ന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട സിനിമയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ 10, 20, 30 കട്ട്സ് ഒരു 5 സെക്കൻഡിലിട്ട് ഉള്ളൊരു തരത്തിലുള്ളൊരു വേഗത നമ്മുടെ സിനിമയ്ക്കില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ഇരുന്നൊരു കഥ പറയുന്നതിന്റെ സുഖമുണ്ട് അതിന്.
അപ്പോൾ അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. കുറച്ചും കൂടി ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ചെല്ലുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ കാമായിട്ടിരുന്ന് ഒരു നോർമലായിട്ട് ഫാമിലി പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ സിനിമ ഇഷ്ടപ്പെടും എന്ന് ഒരു എനിക്ക് തോന്നുന്നുണ്ട്. ആസ് എ മേക്കർ എനിക്കും അതേ അഭിപ്രായമുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടി സെറ്റിലായിട്ട് ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഇതൊരു ബഹളത്തിനിടയിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു ഇതിൻ്റെ ഒരു സെറ്റിംഗ് വർണ്ണിക്കാൻ എടുക്കുന്ന സമയം അത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കണ്ടാൽ തന്നെയാണ് നമ്മൾ ആ ലോകത്തേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുള്ള സമയം നിങ്ങളുടെ മനസ്സിന് കൊടുക്കാവുന്ന ഒരു അവസ്ഥയിൽ ആ സിനിമ ഇരുന്ന് കണ്ടാൽ കൂടുതൽ ആസ്വദിക്കുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാത്തരം പ്രേക്ഷകരെ പരിഗണിച്ചാലും ആ സിനിമയ്ക്കാണെങ്കിലും ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായാലും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്താലും നല്ല സിനിമകൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകാനിരിക്കുന്ന ഒരു ഫാമിലി, അതിൻ്റെ അയൽക്കത്ത് ഒരുത്തം വന്നു കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നിയായിട്ടാ ടിക്കറ്റ് എടുക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും വേണ്ടാന്ന് വയ്ക്കും. അത് തന്നെയാണ് ഹെയ്റ്റ് ക്യാമ്പയിൻ. അത് പക്ഷെ കുറച്ചുകൂടി ലാർജർ ഫോമിലാണ് നമ്മൾ കാണുന്നതെന്ന് മാത്രം. അപ്പൊ അങ്ങനെ പറഞ്ഞ് അവർ സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കുള്ളതുപോലെ വേറൊരാൾക്കും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ മലയാളി ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും അവര് ഇത് കണ്ട് മനസ്സിലാക്കാൻ ബോധ്യപ്പെട്ട അതിനുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരുത്തന്റെ വാക്ക് നമ്മൾ വിലക്കെടുത്തുകൊണ്ട് ഒരു സിനിമ കാണാതിരിക്കുന്നത്? ഒരു മാസീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സിനിമയുടെ എൻഡ് ചെയ്യുമ്പോൾ വേറൊരു നെക്സ്റ്റ് ഒരു പാർട്ടിലേക്കുള്ള ഒരു എലമെന്റ് വേറൊരു ക്യാരക്ടറിന്റെ ഒരു ഇതും കൂടെ. അപ്പോൾ ഇതിലും വലിയൊരു സ്കെയിലായിരിക്കും ആ ഒരു ക്യാരക്ടറിനെ ഫേസ് ചെയ്യുന്നത്. അതിൽ ആ ക്യാരക്ടറിന്റെ കഥയായിരിക്കും അടുത്തൊരു സിനിമ. അതായത് നെക്സ്റ്റ് ഒരു സിനിമയെ കുറിച്ച് എങ്ങനെയായിരിക്കും? അല്ല, ഇത് നമ്മൾ മനസ്സിലാലോചിച്ചിട്ടുള്ളത് ഇത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമയാണ്. കുറച്ചുകൂടി നമുക്ക് റിലേറ്റബിലിറ്റി ഉണ്ട് ഗ്രൗണ്ട് ലെവലിൽ. അത് കുറച്ചുകൂടി അമാനുഷികതയുള്ള ഒരു സിനിമയായിട്ടാണ് അതിനെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു കഥാപാത്രവും രീതിയുമാണ് അതിൻ്റെ എൻഡിൽ കൊണ്ട് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പം ആ കഥയുടെ തുടർച്ച നാച്ചുറലി അതിനൊത്ത വലുപ്പം, കാല് ചവിട്ടി പൊങ്ങുന്ന തരത്തിലുള്ള വലുപ്പം ആ സിനിമയ്ക്ക് ഉണ്ടാവും.